നബിദിനാഘോഷം ഉത്തമ നൂറ്റാണ്ട് അഥവാ ഖൈറുൽ ഖുറൂനി ഖർനി അല്ലെങ്കിൽ ഖൈറുൻ നാസി ഖർനി എന്ന് പറയുന്ന ആ ഉത്തമ നൂറ്റാണ്ട് 3 നൂറ്റാണ്ട് 300 വർഷം ഇത് ആർക്കും പരിചയമില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നതാണ് അഥവാ ഫാത്തിമിയാക്കളിൽ കൂടി കടന്നു വന്ന ഒരു ആഘോഷമാണ്, ആശയമാണ്. അതേപോലെ വിപുലമായി നടത്തിയത് മുളഫർ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? സുഹൃത്ത്, മുജാഹിദ് വിഭാഗം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷമുള്ള 3 നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും 3 നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആഘോഷിക്കുകയാണ്. മഹാ കബളിപ്പിക്കലാണത്. 3 നൂറ്റാണ്ടിലല്ല 1-ാം നൂറ്റാണ്ടിലുണ്ടെങ്കിൽ അവർ ആഘോഷിക്കില്ല. ആഘോഷിക്കില്ല. മുഹബത്തുണ്ടെങ്കിൽ ആഘോഷിക്കില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുതുബക്ക് ജുമുഅക്ക് 2 വാക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു പറയുന്ന കാര്യമാണ്. ഒരു പൊളിയുണ്ട് ചോദ്യം ചോദിക്കും, ഖലീഫമാരെ ചെയ്തപ്പോ സഹാബികളെ ചെയ്താൽ സ്വീകരിക്കുന്ന അപ്പം നമുക്ക് തോന്നുന്നു, ചെയ്താലും സ്വീകരിക്കില്ല. സഹാബികളെ 2 ഖുതുബ ഓതിയിട്ടുണ്ട്, അവർക്ക് പറയാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് ആയിട്ടാണ് തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളത് എന്നത് അവർ സമ്മതിക്കുന്ന കാര്യം. അത് മക്കത്തൊരു ഉമർ നടപ്പിലാക്കി. അവിടെ അങ്ങനെ ചെയ്താലും സ്വീകരിക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 3 നൂറ്റാണ്ടല്ല 1-ാം നൂറ്റാണ്ടല്ല 1-ാമത്തെ വർഷം നടത്തിയാൽ സ്വീകരിക്കുകയില്ല. അതാണ് അവിടെ മറ്റു പ്രമാണങ്ങളെന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഇത് ഫാത്തിമിയാക്കളിൽ നിന്ന് ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം ഫാത്തിമിയാക്കൾ ഉണ്ടാക്കി കടത്തിക്കൂട്ടിയൊരു സമ്പ്രദായമാണ് ഇത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. മുജാഹിദുകൾ പറയുന്നത് അങ്ങനെയാണെന്ന് ചിലപ്പോൾ ശരിയായിരിക്കും. ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആധികാരിക ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വലിലുള്ള ഈ മൗലിദ് ആഘോഷം ആരംഭിച്ചത് ഫാത്തിമിയാക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരൊറ്റ മൗലിദിനും കഴിഞ്ഞിട്ടില്ല, കഴിയില്ല. ദൈവം അവരല്ലേ പറയുന്നത്. മലിക്കുൽ മുളഫർ അങ്ങനെയൊക്കെ പറഞ്ഞാലൊരു മഴയാണ്. മുളഫർ രാജാവ് തുടങ്ങി മുളഫർ രാജാവിനെ ഫാത്തിമിയാക്കിയിട്ട് അതുപോലെ ഷിയാക്കിയിട്ട് കമ്മിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇതൊരു വിരോധാഭാസമായി നടക്കുന്ന നമ്മൾ ആലോചിച്ചു. ഹാഫിദുൽ ദഹബി മഹാനായ മലിക്കുൽ മുളഫർ രാജാവിനെ പറ്റി ഒരുപാട് പ്രകീർത്തിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വങ്ങളും അവിടുത്തെ ഔദാര്യങ്ങളും അവിടുത്തെ പാവങ്ങളോടുള്ള സമീപനങ്ങളും ഒക്കെ വിശദീകരിച്ച് സുന്നിയുൻ മഹാനവകൾ ഷിയയല്ല സുന്നിയാണ് എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഫാത്തിമിയാക്കൾക്കെതിരെ പടപൊരുതിയ സലാഹുദ്ദീൻ അയ്യൂബി അവരുമായി വലിയ സൗഹൃദ ബന്ധവും അവരുടെ സ്വന്തം പെങ്ങളെ കെട്ടിച്ചു കൊടുത്ത അളിയാണ് ഈ മലിക്കുൽ മുളഫർ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ നബിദിനാഘോഷം മൗലിദ് പരിപാടികളൊക്കെ ആരംഭിച്ചത് മഹാന്മാരാകുന്ന സഹാബികളുടെ കാലഘട്ടത്തിലുള്ളതിൻ്റെ പുതിയ പുതിയ അപ്ഡേഷനുകളും കാലങ്ങൾക്കനുസരിച്ചുള്ള പുതുക്കലുകളുമാണ്. മഹാനായ മുളഫർ രാജാക്കൾ മുതൽ അതിനുശേഷമൊക്കെ വിപുലമായ രൂപത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അത് ഷിയാക്കൾ കൊണ്ടാടിയതാണ്, തുടങ്ങിയതാണ് എന്നതിന് വല്ല പ്രമാണവും ഉണ്ടെങ്കിൽ വഹാബികൾ എത്തുകയാണ് നമുക്കിനി മറുപടി പറയേണ്ടതുള്ളൂ എന്ന് പറയും. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ആ സഹോദരൻ പറഞ്ഞിരുന്നു ഷിയായിസാണ് എന്ന് പറയുന്നുണ്ട് മുജാഹിദീങ്ങൾ. അതെന്താണ്? മുജാഹിദീങ്ങൾ നന്മകൾ മുടക്കാൻ വേണ്ടി പലതും പറയും. നമ്മളതിൽ പെട്ടുപോകാതിരിക്കാനുണ്ട്. നമ്മളൊക്കെ സയ്യിദന്മാരെ ആദരിക്കുന്നവരാണ്. സയ്യിദന്മാരെ ആദരിക്കുന്നതിനെ കുറിച്ച് സെൽസബിയിൽ ഉമർ മൗലവി പറഞ്ഞു വെച്ചത് അത് ഷിയായിസെന്നാണ്. ഈ ദുഷിച്ച സമ്പ്രദായം പിന്നെ ഉണ്ടായതെങ്ങനെ?
ഷിയാക്കളിൽ നിന്ന് ഉത്ഭവിച്ച അന്ധവിശ്വാസത്തെ സുന്നികൾ മാലയിട്ട് സ്വീകരിച്ചതുമാണ്. തങ്ങന്മാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെൽസബയിൽ ഒരു വേദിയാണ് 997 സെപ്റ്റംബർ. എന്നാൽ ഈ ആശയത്തിൽ നിന്ന് ഇപ്പം മൗലവിമാരിൽ നിന്നുള്ള ചില ആളുകൾ ഈ വസ്തുത തിരിച്ചറിഞ്ഞ് മാറിയിട്ടുണ്ട്. ആ വിവരം കൂടി നമ്മൾ അറിയണം. അൽ ഇസ്ലാം മാസിക 2022 നവംബർ. ഇതിൽ പറയുന്നത് തങ്ങന്മാരുണ്ട്, അവർക്ക് മഹത്വം ഉണ്ട് എന്നാണ്. ആൽ എന്ന പദത്തിനാണ് കുടുംബം എന്ന് അർത്ഥം നൽകിയത്. മുഅ്മിനുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ അംഗങ്ങളാണവർ. അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന കാര്യം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതും സുന്നികൾ മുമ്പേ സ്വീകരിച്ചു വരുന്നതായ സംഗതിയാണ് തങ്ങന്മാർക്ക് പോലീസുണ്ട്, മഹത്വം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഉമർ മൗലവി അതിന് ഷിയായിസായിട്ടായിരുന്നു എണ്ണിയത്. അദ്ദേഹം മരിച്ചതിന് ശേഷം മുജാഹിദീങ്ങൾ പറയുന്നു ആ പറഞ്ഞത് തെറ്റാണ്, അത് ഷിയായിസല്ല. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു ഷിയായിസ് മഹ്ദി ഇമാം. ഇമാം മഹ്ദി ഇമാമിന്റെ വരവിനെ കുറിച്ച് അവര് പറഞ്ഞത് ഷിയായിസ് എന്നാണ്. ഇതുപോലെ തന്നെ നബിദിനാഘോഷം ഫാത്തിമിയാക്കൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അവർ പറഞ്ഞു. 1995 ഒക്ടോബറിൽ അൽ മഹ്ദി എഴുതിയിട്ട് പറയാണ്, ഭരണത്തിൽ എത്തിച്ചേരുവാൻ ഷീഇകൾ പ്രത്യേകിച്ച് ഫാത്തിമികൾ ശക്തിയുക്തം പ്രയോഗിച്ച ഒരു ആയുധമായിരുന്നു മഹ്ദി വാദം. അപ്പൊ ഇത് ഷിയാക്കൾ ആശയാണെന്ന് അൽമനാർ. അൽമനാർ തന്നെ 2012 അൽമനാർ പറയുന്നത് ഇത് ശരിയായ വിശ്വാസമാണ്. ഏത്? മഹ്ദി ഇമാമിന്റെ ആഗമനം, ഹെഡിങ് മഹ്ദി ഇമാമിന്റെ ആഗമനം. അവസാന കാലത്ത് അനീതിയും അക്രമങ്ങളും തിന്മകളും കുഴപ്പങ്ങളും കൊടികുത്തിവാഴുന്ന സമയത്ത് അത് നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടി മഹ്ദി വരുമെന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. മഹ്ദിയെ കുറിച്ച് പലർക്കും പല സംശയങ്ങളും ഉള്ളത് കൊണ്ട് പ്രസ്തുത വിഷയം ഒന്ന് വിശദീകരിക്കാം. ആർക്കാ സംശയം? മുജാഹിദീൻ തന്നെ മുമ്പ് പഠിപ്പിച്ചത് അത് ഷിയായിസ് എന്നാണ്. നബിദിനാഘോഷം ഷിയായിസ് എന്ന് പഠിപ്പിച്ചതുപോലെ അവര് മുമ്പിൽ തന്നെ പഠിപ്പിച്ചത്. എന്നിട്ടിപ്പോ അവരെ എന്തൊക്കെയാണ് ഹദീസുകളും ആയത്തുകളും വെച്ചിട്ട് അത് സ്ഥിരപ്പെടുത്തുക. എന്നാൽ ഇതേ സമയത്ത് തന്നെ മുജാഹിദിന്റെ മടവൂർ വിഭാഗം ഇതിനെതിരാണ്. അവര് പറയുന്നത് മഹ്ദി ഇമാം വരും എന്നത് ഷിയായിസ് തന്നെയാണ്. സ്വാഭാവികമായിരുന്നു ലോകാവസാനത്തിന് മുമ്പ് മഹ്ദി ഇമാം വരികയും അദ്ദേഹം ലോകത്തിന് നീതി നടപ്പാക്കുകയും ചെയ്യുമെന്ന വിശ്വാസം ഷിയാക്കളാണ് മുസ്ലിം ലോകത്ത് ആദ്യം പ്രകടിപ്പിച്ചത്. പിന്നെ മഹ്ദി ഇമാമിന്റെ വരവിനെ കുറിച്ച് ഇസ്രായേൽ എഴുതുന്നത് ബാഗോടി വായിക്കും. മഹ്ദിയുടെ വരവ് സ്ഥിരീകരിക്കുന്നതിന് ആശയപരമായി മുതവാത്തിറായ ഒട്ടനവധി ഹദീസുകൾ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 26 സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. സുനൻ അബീ ദാവൂദ്, തുർമുദി, ഇബ്നു മാജ, മുസ്നദ് അഹ്മദ്, ഇങ്ങനെ കുറെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ. അപ്പൊ ഈ സ്ഥിരപ്പെട്ട സംഗതികളെ കുറിച്ചായിരുന്നു മുജാഹിദീങ്ങളെ ആദ്യം പഠിപ്പിച്ചിരുന്നത് ഇത് ഷിയായിസാണ്. അതുപോലെ സയ്യിദന്മാരെ കുറിച്ച് അത് ഷിയായിസാണെന്ന് പഠിപ്പിച്ചു. ഇപ്പൊ നബിദിനാഘോഷം ഷിയായിസാണെന്ന് പറയുന്നുണ്ട്. അതും ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ അത് തിരുത്തും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം അതിന് മാറ്റം ഉണ്ടാവില്ല, അതിനൊരിക്കലും മാറ്റം ഉണ്ടാവില്ല. ആ മാറ്റമില്ലാത്ത ആശയത്തിലാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതും അതിന്റെ ആളുകളായി മാറുകയുമാണ് വേണ്ടത്.